കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സാത്താന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ 3 വഴികൾ എന്ന തലക്കെട്ടിൽ ജോയ് മാത്യു എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായി വൈദികൻ രംഗത്ത്. ടോണി ചീരങ്കുഴിയിൽ എന്ന വൈദികനാണ് ജോയ് മാത്യുവിനെ രൂക്ഷമായി വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത്. വൈദികന്മാരെ വന്ധീകരിക്കണമെന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് മറുപടിയുമായാണ് ടോണി ചീരങ്കുഴിയിൽ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. മിസ്റ്റർ ജോയ് മാത്യു, വൈദികരെ മുഴുവൻ വന്ധ്യംകരിക്കണമെന്ന് അങ്ങ് അഭിപ്രായപ്പെട്ടതായി കേട്ടു. മാനന്തവാടി രൂപതയിലെ ഒരു വൈദികനുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകൾ വൈദിക സമൂഹത്തിനും വിശ്വാസികൾക്കും വേദനയുണ്ടാക്കുന്നതാണെന്നും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. മാനന്തവാടി രൂപതയിലെ വേദനിക്കുന്ന എല്ലാ വൈദികരോടും ഐക്യവും പിന്തുണയും അറിയിക്കുന്നതായും പോസ്റ്റിലുണ്ട്. എണ്ണിപ്പറഞ്ഞാൽ ഒരു 20 പേരുകൾ, അത്രയുള്ളൂ ഇതുവരെ പീഡനക്കേസുകളിൽ പ്രതികളായ വൈദികരുടെ എണ്ണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത് ഗുരുതരമല്ല എന്നല്ല താൻ പറഞ്ഞു വരുന്നതെന്നും ആയിരക്കണക്കിന് വൈദികരുടെ സേവനവും ശുശ്രൂഷയും ഏറ്റുവാങ്ങുന്ന വിശ്വാസ ണത്തിന് ഒരു വൈദികൻ ചെയ്ത തെമ്മാടിത്തരത്തിന്റെ പേരിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന നിലപാടുകളെ കൈയടിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം സംഭവങ്ങളിൽ അമർഷവും പ്രതികരണവും ഇല്ലാത്തവരാണെന്നാണ് മറ്റു വൈദികരെന്ന് ജോയ് മാത്യു കരുതിയെങ്കിൽ തെറ്റിപ്പോയെന്നും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടെന്നും അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും ടോണി ചീരങ്കുഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വന്ധ്യംകരിക്കലാണ് എല്ലാത്തിനും പരിഹാരമെങ്കിൽ ആദ്യം വന്ധ്യംകരിക്കേണ്ടത് നിങ്ങൾ സിനിമാ പ്രവർത്തകർക്കിടയിലാണെന്നും ടോണി ചീരങ്കുഴിയിൽ പറയുന്നു. 1-2 കെട്ടി പൂതി മാറാത്തവർ സിനിമാക്കാർക്കിടയിലുണ്ട്. വൈദികരെ വന്ധ്യംകരിച്ചാൽ പ്രശ്നം തീരും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരുടെയും വന്ധ്യംകരിച്ചാലും ആർത്തി തീരില്ലല്ലോ എന്നും വൈദികൻ പറയുന്നുണ്ട്. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ചും ടോണി ചീരങ്കുഴിയിൽ പോസ്റ്റിൽ പറയുന്നുണ്ട്. മഞ്ജു വാര്യർ ഭീതിയോട് വിളിച്ചു പറയാൻ തയ്യാറായിട്ടും ജോയ് മാത്യു ആ പ്രമുഖനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടില്ലല്ലോ. നിങ്ങളുടെ നാക്കം വന്ധ്യംകരിച്ചു എന്നും വൈദികൻ ചോദിക്കുന്നു. വികാരി എന്ന വാക്കിലുള്ള വികാരം ലൈംഗികത മാത്രമല്ലെന്നും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്ന അനവധി വൈദികരുണ്ടെന്നും കുഷ്ഠരോഗികളുടെയും മറ്റും കണ്ണീരൊപ്പുന്ന അവർക്ക് പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ലെന്നും വൈദികൻ പറയുന്നു. തെമ്മാടികളും കറുത്ത പൊട്ടുകളും എല്ലായിടത്തുമുണ്ട്. മാനന്തവാടി രൂപതയിലെ ആ വൈദികന്റെ പേര് പ്രമുഖനെന്നല്ലെന്നും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ടോണി ചീരങ്കുഴിയിൽ സിനിമാക്കാർക്കിട്ട് ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട്. സിനിമ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ആ പ്രമുഖൻ എവിടെയെന്ന് ജോയ് മാത്യുവിനോട് ചോദിക്കുന്ന വൈദികൻ ഇതൊരു ന്യായീകരണ പോസ്റ്റ് അല്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. For latest news, like, share it and subscribe to Star Sun News.